بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا يا رب العالمين. عن عبد الله بن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم كان يقول عند الكرب الذكر عند الكرب പ്രയാസം ഉണ്ടാകുന്ന സമയത്തുള്ള ദിക്ർ. അത് ഏത് പ്രയാസം, കർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം, ബുദ്ധിമുട്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന ദുആ, لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. ഈ ദുആ പറഞ്ഞാൽ ആ പ്രയാസം നീങ്ങിക്കിട്ടും. അത് ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഏത് മേഖലയിലുള്ള എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഈ ദുആ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ പ്രയാസം നീങ്ങും. ദുആ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. മൂന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ അള്ളാഹനെ മഹത്വപ്പെടുത്തിയിട്ടുള്ള ദുആ ആണ്. പിന്നൊന്നുള്ളത് ദുആഉൽ ഹമ്മി വൽ ഹസൻ. നമ്മുടെ മാനസിക സംഘർഷങ്ങൾ, മനസ്സിനെ ബാധിക്കുന്ന പ്രയാസങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ, ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനുള്ള ദുആ. അതും ഏത് സാഹചര്യത്തിലും മനുഷ്യൻ്റെ മനസ്സിൽ പ്രയാസം അനുഭവിക്കുന്ന എന്ത് പ്രയാസത്തിനും ഈ ദുആ മതിയായതാണ്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹിജറ 32 വഫാത്താകുന്നത്. മുഹാജിറായ സഹാബിയാണ്, മക്കക്കാരനാണ്. 6ാമതായിട്ടോ അല്ലെങ്കിൽ 12ാമനായിട്ടോ ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. അതായത് ദാറുൽ അർഖം അത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് സഹാബി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആട്ടിടയനായിരുന്നു. ശേഷം റസൂലിൻ്റെ കൂടെ തന്നെ എല്ലാ യുദ്ധങ്ങളൊക്കെ പങ്കെടുത്ത സഹാബിയാണ്. ബഖിയയിലാണ് മറമാടിയിട്ടുള്ളത്. സഹാബ പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസാബ അഹദൻ ഖത്തു ഹമ്മുൻ വലാ ഹസനുൻ. ഒരാൾക്ക് പ്രയാസം, മാനസിക സംഘർഷം അനുഭവപ്പെടുകയാണ്, അല്ലെങ്കിൽ എനിക്കൊരു ദുഃഖം, സങ്കടം അനുഭവപ്പെടുകയാണ്. ഫഖാല, അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിൻ്റെ അടിമയാണ്. വബിനു അബ്ദിക്, ഞാൻ നിൻ്റെ അടിമയുടെ മകനാണ്. വബിനു അമതിക്, നിൻ്റെ ഒരു അടിയാത്തിയുടെ മകനുമാണ് ഞാൻ. നാസിയതി ബിയദിക്, എൻ്റെ എല്ലാ നിയന്ത്രണവും നിൻ്റെ കയ്യിലാണ്. മാലിൻ ഫിയ ഹുക്മുക്, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയതെല്ലാം നിൻ്റെ ഹുക്മനുസരിച്ചാണ്, നിൻ്റെ വിധി അനുസരിച്ചാണ്. അദ്ലുൻ ഫിയ ഖളാഉക്, നീ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ അതൊക്കെ എന്നിൽ നീതിപരമാണ്. അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബികുല്ലിസ്മിൻ ഹുവ ലക്, നിൻ്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും. സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്ക് വെച്ച പേരുകൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തതായ ആ പേരുകൾ. ഔ അൻസൽതഹു ഫി കിതാബിക്, അല്ലെങ്കിൽ നിൻ്റെ കിതാബിൽ നീ അവതരിപ്പിച്ചതായ നിൻ്റെ പേരുകൾ, നാമങ്ങൾ കൊണ്ട്. അവിസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, അല്ലെങ്കിൽ ഇൽമുൽ ഗൈബിൽ നീ സൂക്ഷിച്ചു വെച്ചതായ നിൻ്റെ മഹത്വമുള്ള ആ നാമങ്ങൾ വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, ഖുർആനെ നീ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ റബ്ബെ. വനൂറ സദ്രി, എൻ്റെ മനസ്സിൻ്റെ പ്രകാശമാക്കണേ. വജലാഅ ഹുസ്നി, എൻ്റെ സങ്കടത്തെ ആക്കണേ. വദഹാബ ഹമ്മി, എൻ്റെ പ്രയാസത്തെ നീക്കുന്നതാക്കണം ഖുർആൻ. ഈ ദുആ ഒരാൾ പറഞ്ഞാൽ, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹസനഹു, അവൻ്റെ ആ പ്രയാസവും ദുഃഖവും അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കി കൊടുക്കും. വഅബ്ദലഹു മകാനഹു ഫറജ, ആ
ദുഃഖത്തിനും പ്രയാസത്തിൻ്റെയും പകരം അള്ളാഹു ഒരു വിടുതി അവന് കൊടുക്കും. ഖാല, അബ്ദുല്ലാ മസ്ഊദ് പറയാണ്, ഫഖീല യാ റസൂലല്ലാ അലാ നതഅല്ലമുഹ. റസൂൽ ഈ ദുആ പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ദുആ നമ്മൾ പഠിക്കട്ടെ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല യംബഗി ലിമൻ സമിഅഹ അൻ യതഅല്ലമഹ. ഈ ദുആ കേട്ടൊരാൾ പഠിക്കൽ അനിവാര്യമാണ്. ഈ ദുആ എന്തായാലും എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ച് അത് ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. എല്ലാ ദിവസവും ദുആ ചെയ്താൽ അത്രയും ഖൈറ്. മനസ്സിൻ്റെ മാനസിക സംഘർഷങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ, ഇതൊക്കെ എന്ത് ചെയ്യും? നീങ്ങി കിട്ടും. ഇത് 2 ദുആ.